عدة الشهور عند الله 12 شهرا في كتاب الله. 12 മാസം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. പക്ഷേ ഈ 12 മാസത്തിന് അല്ലാഹ് പേരിട്ടിട്ടില്ല. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. ഒരു മാസത്തിന് മാത്രം അല്ലാഹ് പേര് പറഞ്ഞു. ഒറ്റ മാസം, പരിശുദ്ധമായ റമളാൻ മാസത്തെ. അതെന്തിനാ അല്ലാഹു തആല പേര് പറഞ്ഞെന്നറിയോ? ആരെ പരിചയപ്പെടുത്താനാണ്? റമളാൻ മാസത്തെ മാത്രം പരിചയപ്പെടുത്തലല്ല ലക്ഷ്യം. ആ റമളാൻ മാസത്തിൽ ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് വേറെ ഒരു മാസം അവിടെ സെലക്ട് ചെയ്തില്ല അല്ലാഹു തആല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഷഹ്റു റമളാൻ, ഷഹ്റു റമളാൻ, റമളാനിൻ്റെ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ മാസത്തിൻ്റെ പേര് പറയാതെ റമളാനിനെ മാത്രം അല്ലാഹ് സെലക്ട് ചെയ്ത് പേര് പറഞ്ഞു. അപ്പോൾ എത്ര വലിയൊരു മഹത്വമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്, മാസത്തിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വിട പറയുകയാണ്, എത്തിപ്പോയി. അടുത്ത ഞായറാഴ്ച ഈ സമയത്ത് തിന്നും കുടിച്ചൊക്കെ ഇരിക്കും നമുക്ക്. പക്ഷേ ഈ ഒരു സുഖവും ഈ ഒരു ആനന്ദവും ഈ റമളാൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുള്ള സുഹൃത്തുക്കളെ, ഇതൊരു വല്ലാത്ത ഒരു ആനന്ദം തന്നെയാണ്. നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ 2 ദിവസമല്ല, നമ്മുടെ പെരുന്നാൾ 30 ദിവസമാണ്. നമ്മുടെ പെരുന്നാൾ അതാണ്. എത്ര ഒരു സന്തോഷവും ഐക്യവും സാഹോദര്യവും, ഒരുമിച്ചൊരു സുഫ്രയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ഇനി പെരുന്നാൾ കഴിഞ്ഞ് എവിടെ കിട്ടാനാണ്? എത്ര വിദൂരത്ത് കിടക്കുന്നവർ പോലും നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് സുഫ്രയിലിരിക്കുമ്പോൾ വിദൂരത്ത് നിൽക്കുന്ന കാക്ക ഓടി വാ, വെള്ളം കുടിക്ക്, എന്നാൽ ചായ കുടിക്ക്, അങ്ങോട്ട് കൊടുത്ത് വെള്ളം എടുത്തു കൊടുത്ത് കാരൊക്കെ എടുത്തു കൊടുത്ത് അവരെ സ്വീകരിച്ച്, ഒരു യാത്രക്കാരൻ വഴിയിലൂടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും, നോമ്പ് തുറക്കാൻ വേണ്ടി ഇറങ്ങിയ ഓടി അവന് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആ ഒരു സന്തോഷം, അതൊക്കെ റമളാൻ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുമോ? അപ്പം എത്ര വലിയൊരു മഹത്താണിത്. അങ്ങോട്ട് കൈ കൊടുക്കുക, ചേർത്ത് പിടിക്കുക, കുടുംബങ്ങളെ കാണുക, കൈയഴിച്ച് സംഭാവനകൾ ചെയ്യുക. ഇതൊക്കെ റമളാനിൽ കിട്ടിയ ഒരു തൗഫീഖ്. ഇതല്ലേ നമ്മുടെ പെരുന്നാൾ? ഇത് കഴിയുമ്പോൾ നമുക്ക് വിഷമമാണ്, ടെൻഷനാണ്. ആ ടെൻഷൻ മാറാനാണ്, ആ ടെൻഷൻ ഉള്ളവർക്ക് വിഷമമൊക്കെ പതുക്കെ പതുക്കെ മാറാനുണ്ട് 6 നോമ്പും കൂടെ വെച്ച് കൊടുത്തത് അല്ലാഹു തആല. ഒറ്റയടിക്ക് 30 നോമ്പ് നിർത്തിയിട്ട് പോകുമ്പോൾ മാനസികമായിട്ട് വലിയ ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് വേണ്ട, നീ ഒരു 6 നോമ്പും കൂടെ പിടിച്ച് മെല്ലെ 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 ഇതിൽ നിന്ന് ഒഴിവായാൽ മതി. അതിനാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അത്ബഅഹു ബിസിത്തിൻ 6 കൂടെ വെപ്പിച്ചത് സന്തോഷമായിട്ട്. ആ ഒരു 6 ദിവസം കൂടെ നീ നോമ്പെടുത്താൽ ഒരു വർഷം മൊത്തം നീ നോമ്പെടുത്തതുപോലെ നമുക്ക് പ്രതിഫലവും അല്ലാഹു റസൂൽ നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഈ റമളാനിന്റെ മാസത്തെ അല്ലാഹു ആദരിച്ചത് ഈ ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ്. 4 കാര്യം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇറക്കിയത്. ഒന്ന്, അല്ലാഹ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു വിളിച്ചു പറയുകയാണ് ജനങ്ങളോട്, ലോക ജനതയെ. അല്ലാഹുവിൻ്റെ വിളിയാണ്, അവൻ്റെ സന്ദേശമാണ്. യാ അയ്യുഹന്നാസ്, അന്നാസ് ജനങ്ങളെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്നല്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ ഒരുവനാണ്, അവനെ നിങ്ങൾ ആരാധിക്കണേ. യാ അയ്യുഹന്നാസ്, ലോകത്തോട് അല്ലാഹു വിളിച്ചു പറഞ്ഞ 4 കാര്യം. ഒന്ന്, അല്ലാഹു ഒരുവനാണ് എന്നുള്ളതാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല, അന്നാസ്. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചത്. അത് നമ്മുടെ മാത്രം നന്മയല്ല, ലോക നന്മയ്ക്കാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, സമസ്ത മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിന്റെ നേതാവും ജേതാവുമായ വിപ്ലവത്തിന്റെ സൂര്യനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറ റസൂലുള്ളാഹി തങ്ങളെ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചത്. ലോകത്തിന്റെ രക്ഷകൻ, ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ തിരുനാളം അന്നാസ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. മൂന്നാമത് ലോകത്തിന്റെ നന്മയ്ക്ക് അല്ലാഹു ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഹുദൽ ലിന്നാസ്
ഹുദല്ലിന്നാസ്, ലോക ജനതയുടെ നന്മയാണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ലോകത്തുള്ളവരെ, നിങ്ങൾക്ക് നന്മ വേണോ? നിങ്ങൾക്ക് സന്മാർഗം കാണണോ? നിങ്ങൾ സച്ചരിതരാകണോ? സദ്ഗുണ സമ്പന്നരാകണോ? സദ്സ്വഭാവത്തിന്റെ ഉടമകളാകണോ? ഖുർആനിലേക്ക് മടങ്ങണേ. ഹുദല്ലിന്നാസ്, ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹിദായത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. എന്നിട്ട് ഖുർആൻ സ്വീകരിച്ച ഉമ്മത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. നമ്മളെ, ഇരിക്കുന്ന നമ്മളെ, ഈ നോമ്പെടുത്ത നമ്മളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഉഖ്രിജത് ലിന്നാസ്. ഓർക്കണേ, നമ്മളെ കുറിച്ച് അല്ലാഹു പറയുന്നത് നാലാമതായി ലോകത്തിന് അല്ലാഹു നൽകിയ സമ്മാനമാ ഈ മുസ്ലിം സമുദായം എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഉഖ്രിജത് ലിന്നാസ് കുന്തും ഖൈറ ഉമ്മ, ഉത്കൃഷ്ടരായ സമൂഹമാണ് നിങ്ങൾ, ശ്രേഷ്ഠരായ സമൂഹമാണ് നിങ്ങൾ. ആ സമൂഹം നിങ്ങളുടെ ബാധ്യത എന്തെന്നറിയോ? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ ജോലിയാണ്. തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കണേ, തിന്മയെ തടയണേ. ഈ ഒരു ബാധ്യത അല്ലാഹു ഏൽപ്പിച്ചത് ഈ സമുദായത്തിന്റെ മേലാണ്. ഈ 4 കാര്യത്തല്ലാതെ 5ാമതൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ് ഈ 4 കാര്യം. 1 അല്ലാഹ്, 2 റസൂല്, 3 ഖുർആൻ, 4 ഈ ഉമ്മത്ത്. അപ്പൊ ഈ ഉമ്മത്താണ് ഈ ഖുർആനെ ഏറ്റെടുത്തതെന്നാണ് എൻ്റെ അർത്ഥം. ഈ ഉമ്മത്താണ് ഈ ഖുർആൻ ഏറ്റെടുത്തത്. വേറെ ആരേറ്റെടുത്തു? ഈ ഉമ്മത്ത് ഈ ഖുർആനെ ഏറ്റെടുക്കണം. ഏറ്റെടുത്തില്ല എങ്കിൽ അത് 4 വലിയ പ്രശ്നമാവും. ഏറ്റെടുത്തവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൽ ലിൽ മുത്തഖീൻ. സംശയം മന്യേ, സംശയം വേണ്ട, നിസ്സംശയം ഈ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ. ഏത് തഖ്വ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് ഈ പകൽ സമയത്ത് വിശന്നു പൊട്ടിയ വയറുമായി ഈ 12 മണിക്കൂറുകളോളം കഴിഞ്ഞുകൂടുന്നത്? അല്ലാഹ് ഹലാലായത് നമ്മുടെ മേൽ ഹറാമാക്കിയ സമയമത്രേ. ഹലാലായ ഭാര്യയെ നമുക്ക് ഹറാമാക്കി, ഹലാലായ പാനീയം ഹറാമാക്കി, ഹലാലായ ഭക്ഷണം ഹറാമാക്കി. അല്ലാഹു അതെല്ലാം നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ട്, അല്ലാഹുവേ നീ എങ്ങനെയാണോ അതേപോലെ ഞങ്ങളും ഇതാ നിന്നോട് ഐക്യദാർഢ്യത്തോടു കൂടി കഴിയുകയാണ്. പടച്ചവനെ, അതിന് കഴിവുള്ളത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അതിനാണ് നോമ്പ് നൽകി അല്ലാഹു നമ്മെ സംസ്കരിച്ചെടുത്ത് തഖ്വയുള്ളവരാക്കി മാറ്റുന്നത്. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ. ഹലാലായ ഭാര്യ ഹറാമാണ് ഈ സമയം. ഹലാലായ വെള്ളം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഭയങ്കര ചൂട്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ എന്ത് ചൂട്. രഹസ്യമായിട്ട് പോയിട്ട് ഫ്രിഡ്ജിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചാലോ? പറ്റൂല, അള്ള കാണുന്നുണ്ട്. എനിക്ക് പറ്റൂല, ഞാൻ കുടിക്കൂല. കൊച്ചു കുട്ടികൾക്ക് പോലും സ്കൂളിൽ നിന്ന് വന്ന മോനെ നീ നോമ്പ് വിടണം. ഇല്ല, ഞാൻ നോമ്പ് വിടൂല. ക്ഷീണിച്ച് അവശനായി ഒട്ടിയ വയറുമായി, ഉണങ്ങിയ ചുണ്ടുകളുമായി, കുഴിഞ്ഞ കവിൾത്തടങ്ങളുമായി അവൻ വന്നിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങും. എന്നാലും വെള്ളം കുടിക്കൂല. ഇല്ല, ഞാൻ കുടിക്കൂല. കൊച്ചു കുട്ടികളെ പോലും നമ്മൾ തിരുത്താൻ നോക്കി നടക്കൂല. ആരും കുടിക്കൂല. ഹലാലായ വെള്ളമുണ്ട്, നമ്മളത് ഒഴിവാക്കി. ഹലാലായ ഭാര്യയുണ്ട്, അത് നമ്മൾ ഒഴിവാക്കി. ഹലാലായ ഭക്ഷണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് വേണ്ട, എനിക്ക് വേണ്ട. ഇനി നോമ്പില്ലെങ്കിൽ പോലും നീ തിന്നടി എന്ന് പറഞ്ഞാൽ എനിക്ക് നോമ്പിലുള്ള പീരീഡ്സ് അല്ല, ഇല്ല അതൊന്നും അങ്ങനെ വേണ്ട, എനിക്കങ്ങനെ കഴിക്കാമെന്ന് മനസ്സ് വരുന്നില്ല, നോമ്പ് സമയമല്ലേ. അവർ പോലും വയറ് നിറയ്ക്കൂല. അള്ള തഖ്വയുണ്ട്. എന്തിനാണെന്ന്? ഈ ഹലാലായത് നമുക്ക് ഹറാമാക്കിയിട്ട് റമദാന് ശേഷം ഹറാമായതിനെ സ്ഥിരമായി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അള്ള തരുന്ന ഒരു പ്രാക്ടീസാണ് ഈ റമദാൻ. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ലഅല്ലകും തത്തഖൂൻ, തഖ്വ. അങ്ങനെ ഈ തഖ്വ ഉള്ളവരാണ് ഈ ഖുർആനെ ഏറ്റെടുത്തത്. ആരെ ഏറ്റെടുക്കാൻ?
തഖ്വയുള്ളതിന് ഏറ്റവും വലിയ അടയാളം എന്താ? ഈ ഖുർആൻ കൊണ്ടും നമ്മൾ തഖ്വയുള്ളവരാണ്, മുത്തഖീങ്ങളാണ്, നമ്മൾ സൂക്ഷ്മതയുള്ളവരാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലാഹ് പറയുന്നു, ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ ലോകമല്ല നമുക്കുള്ളത്, ഇത് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. അനശ്വരമായ ഒരു ലോകം നമ്മെ കാത്തിരിപ്പുണ്ട്. ഏത് സമയത്താണെന്നോ എപ്പോഴാണെന്നോ ആ വിളിക്ക് ഉത്തരം നൽകിയേ മതിയാവൂ. അതിൽ നിന്ന് വിട പറയാനോ ഒഴികഴിവ് പറയാനോ സാധ്യമല്ല. അത് എവിടെ വെച്ചാണോ അല്ലാ, അത് നീയല്ലാതെ മറ്റാരും അറിയില്ല റബ്ബേ. അത് യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, ഉറങ്ങുമ്പോഴായിരിക്കാം, നമസ്കരിക്കുമ്പോഴായിരിക്കാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാകാം, വിദേശത്ത് വെച്ചാകാം. അല്ലാഹു അഅലം, അല്ലാഹു അഅലം. ഇന്നലെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടില്ലേ? 19 വർഷമായി മക്കളില്ലാതെ ദാഹിച്ച് മോഹിച്ചിരുന്ന് ഇരു കരങ്ങളും റബ്ബിന്റെ ദർബാറിലേക്ക് നീട്ടി 19 വർഷത്തിന് ശേഷം അല്ലാഹുവിന്റെ തീരുമാനം വന്നു, നിനക്കിതാ ഒരു കൺമണിയെ ഞാൻ സമ്മാനിക്കുകയാണ്. ആ പൊന്നോമനയെടുത്ത് ചുടുചുംബനം നൽകിയിട്ട് ആ ആശുപത്രിയിൽ നിന്ന് ഇതാ വീട്ടിലേക്ക് മടങ്ങുമ്പോ ഇന്നാ ഇലാ റബ്ബിനാ ലറാജിഊൻ. അല്ലാഹുവേ, എനിക്ക് വേണ്ടി നീ ഒളിപ്പിച്ചു വെച്ച ആ സമ്പത്ത് എന്നെ നീ കാണിച്ചിട്ട് നിന്നിലേക്ക് ഇതാ എന്നെ നീ വിളിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ? ചിന്തിക്കണം, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയസ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഞാനൊരു ചെറുപ്പക്കാരനാ, 25 വയസ്സേ എനിക്കുള്ളൂ. 60 വയസ്സ് വരെ ജീവിക്കാൻ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ പത്രം എടുക്കണേ ചെറുപ്പക്കാരാ. പത്രത്തിന്റെ ചരമകോളം എടുത്ത് നീ നിന്റെ കണ്ണൊന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോ ഒരു 40% ചെറുപ്പക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിനക്ക് അവരുടെ ഫോട്ടോ കാണാം. കഴിഞ്ഞ ദിവസത്തിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സാണ്, ജിമ്മിലെല്ലാം പോയിട്ട് വന്ന് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കിടക്കുകയാണ്. 25 വയസ്സ് 26 വയസ്സ് ചുറുചുറുക്കുള്ള സമയമാണ്. എന്തിനാണ് ഓടുന്നത്, ചാടുന്നത്, ജിമ്മിൽ പോകുന്നത്? തൻ്റെ ശരീരത്തിൻ്റെ അമിതമായ കൊഴുപ്പുകളെ അകറ്റിയിട്ട് തൻ്റെ ശരീരത്തെ ഉരുക്കുമുഷ്ടിയാക്കി മാറ്റിയെടുക്കാൻ പാടുപെട്ട ചെറുപ്പക്കാരനെ അല്ലാഹു വിളിക്കുന്നു, നിർത്തടാ, മതിയാക്കടാ, എൻ്റെ ദർബാറിലേക്ക് നീ വേഗം കടന്നു വരണേ. മനുഷ്യൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ. രാവിലെ നടക്കുന്നു, ഓടുന്നു, ഇതിലൂടെ ഓടുന്നത് കാണാം, നടക്കുന്നത് കാണാം. പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പത്രത്തിൽ കാണാം. എത്ര സംഭവങ്ങൾ എണ്ണിയാ തീരൂല. നമ്മൾക്ക് ഈ ഓടുന്നതും ചാടുന്നതും ഒക്കെ കുറച്ച് ദിവസം കൂടെ ഒന്ന് ജീവിക്കാം, കുറച്ചുകൂടെ ആഫിയത്ത് കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പക്ഷേ പറയാൻ പറ്റൂല, അതൊക്കെ നിമിഷ നേരം കൊണ്ട് തട്ടിപ്പോകാം. ആഫിയത്ത് തരട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, HOD ആണ്. എല്ലാവരും കൺസൾട്ടിംഗ് റൂമിൽ ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുന്നു, കാണുന്നില്ല. കോഴിക്കോടല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണുന്നില്ല. അവസാനം ഹെഡ് നേഴ്സ് വന്ന് നോക്കുമ്പോൾ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കസേരയിൽ ഇരുന്ന് മരിച്ചു. ആ ഡോക്ടർ കസേരയിൽ ഇരുന്ന് അതേ ഇരുത്തയിൽ മരിച്ചു. എല്ലാ ഹാർട്ട് പേഷ്യന്റിനെ നോക്കുന്ന കാർഡിയോളജിയുടെ ഹെഡാണ്, അദ്ദേഹത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മനസ്സിലാക്കണം, നമ്മൾ യോഗ ചെയ്താൽ അറ്റാക്ക് വരൂല എന്ന് പറഞ്ഞിരുന്ന ഒരു 38 വയസ്സുകാരൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗാചര്യൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അയാൾ ഭയങ്കര യോഗ നടത്തി കൊടുക്കുന്ന ആളാണ്. പരസ്യമായി വാഗ്ദാനം ചെയ്തു, യോഗ ചെയ്യുന്നവർക്ക് ഒരിക്കലും അറ്റാക്ക് വരൂല. കഴിഞ്ഞ മാസം 38ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ വെച്ച് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു അദ്ദേഹം. ഇതാണ് അള്ളാന്റെ കളി. ഇതൊക്കെ കയ്യിലിരിക്കുന്ന കാര്യം അള്ളാന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഓടിയിട്ടും ചാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എപ്പോഴാണോ പോകുന്നത് അതിനു വേണ്ടി തയ്യാറായിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. വേറെ മാർഗ്ഗമൊന്നും ഇതിനകത്തില്ല, ഇതിലൊരു എക്സ്ക്യൂസും ഇല്ല. പടച്ചോനെ പ്ലീസ് അല്ല, കുറച്ച് ദിവസം കൂടെ, 2 ദിവസം കൂടെ, ഈ റമദാൻ ഒന്ന് തീർത്തോട്ടെ അല്ല. പടച്ചോനെ ഞാൻ ഇറച്ചി വാങ്ങി വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ റബ്ബേ. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഈ ആയത്തുകൾ നിങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ ഓർക്കണേ, നല്ലപോലെ ചിന്തിച്ചു വേണം ഓതാൻ. എപ്പോഴാണ് ഇത് സംഭവിക്കുക? അല്ലാഹുവേ നിന്റെ വാഅദ
വയഖൂലുന മത്താ ഹാദൽ വഅദ്, എപ്പോഴാണ് സംഭവിക്കുക? എപ്പോഴാണ്? മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖിസിമൂൻ. ഒരുപക്ഷേ നീ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആ വിളി വരുന്നത്, അല്ലെങ്കിൽ നീ നടക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പൊടുന്നനെ സംഭവിക്കാം. ആ സമയത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്ക് വരുമ്പോ നീ ആ മലക്കിനോട് യാചിക്കുകയാണ്, എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണം എൻ്റെ കൈകളിലാണ്, എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, എൻ്റെ കുട്ടി പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ഞാനൊരു തൊട്ടിൽ വാങ്ങി വരട്ടെ, എൻ്റെ റൂഹിനെ പിടിക്കല്ലേ, എനിക്ക് വീട് വരെ പോകാൻ ഒരു അവസരം നൽകണേ. ഉടനെ മറുപടി എന്തെന്നറിയോ? ഫലാ യസ്തതിഊന തൗസിയാ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ല കേട്ടോ, ഇല്ലടാ, നിന്റെ ഡേറ്റ് ഓഫ് എക്സ്പയർ ആയിരിക്കുകയാ. ഇനി നിനക്ക് വീട്ടിലേക്ക് മടങ്ങാനോ, നിന്റെ കയ്യിലുള്ള വസ്തുക്കൾ, ഭക്ഷണങ്ങൾ നിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനോ, നിന്റെ ഭാര്യയോട് വസിയത്ത് ചെയ്യാനോ സാധ്യമല്ല. സമയം കഴിഞ്ഞു, ഇവിടെ വെച്ച് തന്നെ പിടിക്കാൻ. ഹലാസ്. യാസീൻ സൂറത്ത് ഓതുമ്പോൾ സഹോദരിമാർ ഇതൊക്കെ ഒന്ന് ഓതി ചിന്തിച്ചിട്ട് ഓത്, ചുമ്മാ ഓടിച്ചു വിടല്ലേ പ്ലീസ്. യാസീൻ ഓതുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. എപ്പോഴാണ് എൻ്റെ റൂഹ് പോവുക? ഫലാ യസ്തതിഊന തൗസിയാ, നിനക്ക് വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടൂല കേട്ടോ. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, ഒരു 10 വാര നടന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്താം. ഇല്ല 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 ഇല്ല. മുക്കുന്നത്ത് പോയി കബർവാല് വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയില് പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. തൊട്ടടുത്താണ് ആ വീട്. ഫലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇല്ലടോ, വീട്ടിലേക്ക് പോകാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മരിക്കുന്നത് ആർക്കറിയില്ല, പക്ഷേ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഖുർആൻ കൊണ്ട് തഖ്വ ഉള്ളവരായി മാറിയത്. ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ അദൃശ്യ ലോകത്തെ വിശ്വസിക്കുന്നവരത്രേ. നമ്മൾ ഇതൊക്കെ ചോദിക്കും, എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? ഈ വെറുതെ എന്തിനാണ് ഈ മന്നാനിയാക്കി ഇത്രയും കൊടുക്കുന്നത്? ആ പള്ളിക്ക് കൊടുക്കുന്നു, ഈ പള്ളിക്ക് കൊടുക്കുന്നു, ആ മദ്രസയ്ക്ക് കൊടുക്കുന്നു, ഈ മദ്രസയ്ക്ക് കൊടുക്കുന്നു. ഇത് കൊണ്ട് എന്താ ലക്ഷ്യം? ഈ കാറ്റ് കുറച്ച് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? കാറ്റ് ശരി, സൗകര്യം, അല്ലെങ്കിൽ വേറൊരു ഫാൻ എടുത്ത് വെച്ചെന്നാലും മതി. കുറച്ച് എല്ലാവർക്കും വേണ്ട. ഇതെല്ലാം AC ആക്കണം ഉസ്താദേ. ഇനി ഹെലികോപ്റ്ററിൻ്റെ ഒരു ഫാൻ ഉണ്ടല്ലോ ഇവിടെ, അത് വാങ്ങിച്ചിട്ടാ പോരെ? നമുക്ക് ആരെങ്കിലും കൊണ്ട് ഓഫർ ചെയ്യിപ്പിക്കുക, ആരെങ്കിലും ഒരു നിയത്ത് ചെയ്താൽ നമുക്ക് ഇല്ലേ ഒരു ഹെലികോപ്റ്റർ ഫാൻ ഉണ്ടല്ലോ, വലിയ 1 ലക്ഷം രൂപ എന്താന്ന് തോന്നുന്നു. വലിയൊരു, എല്ലാവർക്കും കിട്ടും, പെണ്ണുങ്ങൾക്ക് കിട്ടും, ആണുങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടുമല്ലോ. ഇപ്പം അങ്ങനെയാണ് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നമ്മുടെ ഒറിജിനൽ ഒരു യാത്രയുണ്ട് അവിടെയാണ്. അതാണ് നമ്മുടെ ഒറിജിനൽ യാത്ര. നമ്മൾ ഈ കൊടുക്കുന്ന പൈസ, ഈ ചെയ്യുന്ന സദഖ, ഈ ഉസ്താദന്മാരൊക്കെ നിങ്ങളെ നിർബന്ധിച്ചൊക്കെ അടിച്ച് തല പഴിപ്പിച്ച് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കുന്ന ഈ പൈസയുടെയൊക്കെ ഗുണം ഇപ്പം നിങ്ങൾക്കറിയില്ല. പറയൂല. അള്ളാഹുവാണ് ഇപ്പം അറിയില്ലേ? നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഇത് മരിക്കുന്ന സമയം ചില ആളുകളെ ചില കാര്യങ്ങൾ അറിയിച്ചിട്ടേ മരിക്കും. ഈ ചില ആളുകൾ പള്ളിക്കൊന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും, ഇട്ടുമൂടുന്ന സ്വത്തുണ്ടാകും. ഇതൊക്കെ പിടിച്ചു വെച്ചിട്ട് ആളുകൾ കൊടുക്കാതിരിക്കും. അവൻ മരിക്കുന്ന സമയമാകുമ്പോൾ അള്ളാഹ് അവനെ കൊണ്ട് പറയിക്കും. വല്ലാഹി സത്യം, ഖുർആൻ പറയുന്ന വാക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക
ഹുമുൽ ഖാസിറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിളി വരുമ്പോ, അവന്റെ തീരുമാനം വരുമ്പോ, അവനോടുള്ള ഉത്തരവാദിത്തത്തിന്റെ സമയമെത്തുമ്പോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ ഭൗതികമായ രസാനുഭൂതികളോ അതിന് തടസ്സമാകാതിരിക്കട്ടെ. ബാങ്ക് വിളി കേട്ടാൽ നേരെ പള്ളിയിലേക്ക് പോകണേ. അപ്പോൾ കുട്ടികൾ കിടന്ന് കരയും, ഉപ്പ ഉപ്പ എന്ന് കരയുമ്പോ കാല് പിടിച്ച് കരഞ്ഞാലും മക്കളെ ഉപ്പ ഇപ്പോ വരാം, പള്ളിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ തള്ളയിലേക്ക് ഏൽപ്പിക്കണേ. സാമ്പത്തികമായി സ്രോതസ്സുണ്ട്, കഴിവുണ്ട്, അള്ളാഹ്ക്ക് കൊടുക്കടോ, പള്ളിക്ക് കൊടുക്കടോ, മദ്രസയ്ക്ക് കൊടുക്കടോ എന്ന് പറയുമ്പോ തരാം, ഇൻഷാ അള്ളാഹ് സമയമാകട്ടെ തരാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ഇനിയൊരു സമയം നിനക്ക് വേണ്ടി വരുമെന്ന് കാത്തിരിക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് എത്രയും വേഗം കൊടുക്കാനുള്ളത് കൊടുക്കണേ, പിടിച്ചു വെക്കല്ലേ. അങ്ങനെ നീ പിടിച്ചു വെക്കുമ്പോ നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തും പരിവാരങ്ങളും വരുമ്പോ നീ ആ സമയത്ത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഓരോരുത്തരുടെയും നിലവിളിയാണ്, വെപ്രാളമാണ്, അലമുറയിട്ട് അട്ടഹസിച്ച് വിളിച്ചു പറയുന്ന രംഗമാ ഇത്. വിളിക്കാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് വിട പറയൂല കേട്ടോ. പറഞ്ഞവക്കാണ് ഇതൊക്കെ പിടിച്ചു വെച്ചോ, നീ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും അല്ലാഹ്. ഖുർആൻ അല്ലെങ്കിൽ പിന്നെ ഖുർആൻ വിശ്വസിക്കണ്ടല്ലോ നമ്മള്. പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ വിശ്വസിക്കുന്ന നമ്മൾ ആ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹിയുടെ മേലേക്ക് അവതരിപ്പിച്ചെങ്കിലും ഞാൻ ഇത് ഓതിയാൽ അബൂബക്കറെ നിനക്കുള്ളതാണിത്. അല്ലാമ ഇഖ്ബാൽ റഹ്മഹുല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നു, കുന്തു തഅവ്വദ്തു അൻ അഖറഅൽ ഖുർആന 3 സനവാത്ത്. 3 വർഷം തുടർച്ചയായിട്ട് ഞാൻ ഖുർആൻ ഓതുന്ന സ്വഭാവം എനിക്കുണ്ട്. തുടർച്ചയായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫറആനി അബി, എൻ്റെ വാപ്പ എന്നോട് അത് നോക്കും കാണും. എൻ്റെ വാപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതും എനിക്ക് കാണാം. സുബഹി നമസ്കാരത്തിന് ശേഷം ഞാൻ ഖുർആൻ ഓതുന്നത് എൻ്റെ പിതാവ് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. എന്നോട് ചോദിക്കും, യാ ഇഖ്ബാൽ മാദാ തസ്നഉ, നീ എന്താണ് ചെയ്യുന്നത്? ഫഅഖൂലു, ഞാൻ പറയും, അബി അഖറഉൽ ഖുർആന, ഖുർആൻ ഞാൻ ഓതുകയാണ്. 3 വർഷം വരെ എൻ്റെ ഉപ്പ സുബഹി കഴിഞ്ഞ് ഞാൻ ഖുർആൻ ഓതുമ്പോൾ എന്നോട് ചോദിക്കും. 4ാമത്തെ വർഷം എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, യാ ഇഖ്ബാൽ, മോനെ ഇഖ്ബാലേ, നീ ഖുർആൻ ഓതുകയല്ലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇഖ്റഇൽ ഖുർആൻ കമാ ഉൻസില അലൈക, മോനെ നീ വെറുതെ ഖുർആൻ ഓതി പോകരുത് കേട്ടോ. നീ ഖുർആൻ നിന്റെ മേലാണ് ഇറക്കപ്പെട്ടത് എന്ന ഭാവത്തിലും രൂപത്തിലും നീ ഖുർആൻ ഓതണേ. വെറുതെ ഓതി പോരുത്, വെറുതെ ഖുർആൻ ഓതി പോകരുത്. എൻ്റെ മേലാണ് ഇതിറക്കിയത്, എൻ്റെ മേലാണ് ഇതിറക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാൽ യാ അബൂബക്കർ, യാ അബൂബക്കർ, യാ ഉമറു, യാ ഉസ്മാൻ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെയാണ് ആ ഇഷാറ, ആ സിഗ്നൽ നമ്മളിലേക്കാണെന്ന ചിന്ത വേണേ. എന്നെയാണല്ലോ വിളിക്കുന്നത്, എന്നെയാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ നീ ഓതണം മോനെ. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, അന്ന് മുതൽ ഞാൻ ചിന്തിച്ചാണ് ഓതാൻ തുടങ്ങിയത്. ആ ഖുർആനാണ് എന്നെ മാറ്റിമറിച്ചത്. ആ ഖുർആനാണ് എന്നെ മാറ്റിമറിച്ചത്. പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനെ മുറുകെ പിടിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. കാന അലിയു റളിയല്ലാഹു തആല അൻഹാ ഫാത്തിഹ ഖൈബറ, ഖൈബറിനെ അലി റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ്. ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിലെ നേതാവ്, അഫ്ഗാനിസ്ഥാനിലെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാലിനെ ഇന്ത്യയിൽ നിന്ന് അതിഥിയായി വിളിച്ചപ്പോൾ അഫ്ഗാനിന്റെ മന്ത്രിയുടെ അരികിലേക്ക് അദ്ദേഹം കൊണ്ടുപോയ സമ്മാനം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത് പരിശുദ്ധമായ ഖുർആനാണ്. നാദിർ ഖാൻ, അഫ്ഗാനിലെ പ്രധാനമന്ത്രി നാദിർ ഖാൻ്റെ അദ്ദേഹം അല്ലാമ ഇഖ്ബാലിനെ ക്ഷണിച്ചപ്പോൾ കൊണ്ടുപോയി കൊടുത്ത സമ്മാനം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ഇവിടുത്തെ കാരക്കായോ അല്ല ഇവിടുത്തെ ഏലക്കയോ ഇവിടുത്തെ കുരുമുളകോ ചുക്കോ ഒന്നും അല്ല കൊണ്ടുപോയത്. കൊണ്ടുപോയി കൊടുത്തത് പരിശുദ്ധമായ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആനാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത് അല്ലാമ ഇഖ്ബാൽ അലൈഹി റഹ്മ.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പരിശുദ്ധമായ ഖുർആൻ, ഇന്ന ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഇന്ന ഹാദൽ കിതാബ റഅസുമാലി അഹ്ലിൽ ഹഖ്, അഹ്ലുസ് സുന്നത്തിന്റെ അഹ്ലുൽ ഹഖായ ജനങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. നമ്മുടെയൊക്കെ മൂലധനം ഈ ഖുർആനാണ്. ചിന്തിച്ചോളി നല്ലപോലെ, ഈ ഖുർആൻ വിട്ടുള്ള കളി നമുക്കില്ല. ഇന്ന ഹാദൽ കിതാബ റഅസുമാലി അഹ്ലിൽ ഹഖ് വഫീ ളമീരിഹി അൽ ഹയാത്ത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, എല്ലാ രഹസ്യങ്ങളും, എല്ലാ ഉത്സാരങ്ങളും ആ പരിശുദ്ധമായ ഖുർആനിന്റെ അന്തരത്തിലുണ്ടത്രേ. ആ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഈ ഖുർആനിനെയാണ് ഞാൻ സമ്മാനമായി നൽകുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ ഈ പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ട് പറയുകയാണ്, എല്ലാം ഈ ഖുർആനിലുണ്ട്. അൽഹംദുലില്ലാഹ്. വഫീ ളമീരിഹി അൽ ഹയാത്ത്, ഈ വഫീ ളമീരിഹി അൽ ഹയാത്ത് വഫീഹി കുല്ലു ബിദായത്തിൻ വനിഹായ, എല്ലാ തുടക്കത്തിന്റെയും ഒടുക്കം, ഒടുക്കത്തിന്റെയും തുടക്കം ഈ പരിശുദ്ധമായ ഖുർആനിലുണ്ടത്രേ. ഖുർആനിലുണ്ട്, ഖുർആനിലുണ്ട് എല്ലാത്തിന്റെ തുടക്കം ഒടുക്കവും. വഫീഹി, ഈ പരിശുദ്ധ ഖുർആനിലൂടെയാണ് കാന അലിയുൻ ഫാത്തിഹ ഖൈബറ, ഖൈബറിനെ അല്ലാഹു വിജയം കൊടുത്തത്. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ വിജയം കൊടുത്തത് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്താണ്. ഫബകാ അൽ മലികു, ആ നാദിർ ഖാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാർത്തയുണ്ട് കേട്ടോ, അല്ലാഹുവേ പടച്ചവനെ, ലഖദ് അതാ അലാ നാദിർ ഖാനിൻ യൗമാ വമാ ലഹു അനീസുൻ സിവൽ ഖുർആൻ. അല്ലാഹുവേ, ഒരു ദിവസം ഈ അനീസിന്റെ മേൽ, ഒരു ദിവസം ഈ നാദിർ ഖാന്റെ മേൽ ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസത്തിൽ ആരും എന്നെ സഹായിക്കാനുണ്ടാവൂല. അന്ന് പരിശുദ്ധമായ ഖുർആനാണ് എന്നെ സഹായിക്കുക. അല്ലാഹ് ഒരു ദിവസം നമ്മുടെ മേൽ വരും ഇൻഷാ അല്ലാഹ്. ഇത് നാദിർ ഖാന്റെ മേൽ വന്നതുപോലെയല്ല, എല്ലാവരുടെ മേലും. ലഖദ് അതാ അലാ നാദിർ ഖാൻ യൗമാ വമാ ലഹു അനീസുൻ, ആ ദിവസത്തിൽ ഒരു കൂട്ടുകാരനോ ഒരു സഹപ്രവർത്തകനോ ഒരു തമാശ പറയാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മെ സഹായിക്കുന്നത് ഖുർആനാണ്, ഖുർആനാണ്. അതേത് ദിവസമാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ ഗൈബ് എന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, അദൃശ്യ ലോകം, നമ്മളൊന്നും കാണാതെ ജനങ്ങൾ നമ്മളെ കൊണ്ടുപോയി പുതുക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവച്ചിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ ഉസ്താദി എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. പക്ഷെ പോവാന്ന് പറഞ്ഞിട്ട് പോവല്ല, ഒരു വാക്കൂടെ ചേർത്ത് പറയുന്നുണ്ട്, വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉടനെ ഉണ്ടാവും. എല്ലാവരും പറയുന്ന വാക്കാ, അതാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാടാ മരിച്ചേ, ആരാടാ മരിച്ചേ, ആരാടാ മരിച്ചേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഒരാൾ മരിച്ചാൽ അറിഞ്ഞില്ലേ, സുബൈർ മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ, സുലൈമാൻ കാക്ക മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറഞ്ഞ? സുലൈമാൻ കാക്കാക്ക് വേണ്ടിയല്ല ആ ദിക്ർ ചൊല്ലുന്നത്, ഈ ജീവിച്ചിരിക്കുന്ന അബൂബക്കർ കാക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ദിക്റാണ്. ഇന്നാ ലില്ലാഹ്, പടച്ചവനേ ഞങ്ങൾ നിന്നിലുള്ളവരാണ്, അല്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിർബന്ധമായി നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുന്നവരാണ്, അല്ലാഹ്. സുലൈമാൻ കാക്കയ്ക്ക് വേണ്ടിയുള്ള ദിക്റല്ല, അബൂബക്കർ കാക്കായ്ക്ക് വേണ്ടിയുള്ള ദിക്റാണ്, നമുക്കുള്ള ദിക്റാണ്. നമ്മൾ നിന്നിലേക്ക് മടങ്ങും അല്ലാഹ്. രാവിലെ കാറെടുത്ത് വണ്ടിയെടുത്ത് ഓടിച്ചു പോകുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
പെരുന്നാൾ കഴിഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി വിനോദത്തിന് വേണ്ടി ഏർവാടിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സിയാറത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോവുകയാ. ആ സമയം നമ്മൾ ആ വാഹനത്തിലേക്ക് കയറിയിട്ട് വളയം പിടിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ദുആയാണ്, റബ്ബേ ഇത് ഞങ്ങൾക്ക് നീ ഒരുക്കി തന്നവൻ നീയാണ് അല്ലാ. എല്ലാം ശരി തന്നെയാണ്. അവസാനം ആ ദുആ നിർത്തുന്നത് വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ മടങ്ങുന്നത് നിന്നിലേക്കാണ് അല്ലാ. അതല്ലേ 19 വർഷമായിട്ട് കുഞ്ഞിനെ കാണാതിരുന്ന് കിട്ടിയപ്പോ ആ കുഞ്ഞിനെ കണ്ട സന്തോഷത്താൽ യാത്ര തിരിച്ച സഹോദരൻ എങ്ങോട്ടാണ് പോയത്? വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അല്ലാ ഞങ്ങൾ നിന്നിലേക്കാണ് മടങ്ങുന്നത് റബ്ബേ. അവസാനം നമ്മുടെ ഓപ്ഷൻ അതേ ഉള്ളൂ, ലാസ്റ്റ് ഓപ്ഷൻ അതേ ഉള്ളൂ, വേറെ എവിടെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ എത്ര വർഷം ഇവിടെ ജീവിക്കുമെന്ന്. ഇല്ല, മരുന്നും ഗുളിയൊക്കെ അതൊക്കെ കുറച്ച് സമയം, എത്ര സമയമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സമയം എത്തുമ്പോൾ നമ്മുടെ റൂഹ് പിടിക്കും. അതിന് എത്ര ഗുളിക കഴിച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും, മരുന്ന് കഴിച്ചില്ലെങ്കിലും, എത്ര എക്സർസൈസ് ചെയ്താലും, എത്ര ഭക്ഷണം കുറച്ചാലും കൂട്ടിയാലും അല്ലാഹ് ഒരു ഡേറ്റ് നിനക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറവും പോകില്ല, അതിനിപ്പുറവും കൊടുക്കൂല. അത് കറക്റ്റായിരിക്കും. അതാണ് ആ സമയം എത്തുമ്പോൾ നീ കിടന്ന് നിലവിളിക്കരുത്. മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അയ്യഅതിയ അഹദകുമുൽ മൗത്ത്. അതുകൊണ്ട് നാളെ ബർസഖിലേക്ക്, നാളെ ഒരു അദൃശ്യ ലോകത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ആ ഒരു ദിവസം എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നിന്റെ ഖബറിലേക്ക് വേണ്ടി ചെയ്തു വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണേ, ചെയ്തു വെക്കണേ. ആ സമയമെത്തുമ്പോ നിന്റെ പണമെല്ലാം എടുത്ത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് നീ പറയും അഖിർനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹ് ഒരല്പസമയം താ പടച്ച റബ്ബേ, ഒരു കുറഞ്ഞ സമയം താ റബ്ബേ. എൻ്റെ സമ്പത്ത് മുഴുവനും മന്നാനിയക്ക് ഞാൻ എഴുതി കൊടുക്കാമല്ലാ. പടച്ചവരെ നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെയ്യാമല്ലാ. ഒരല്പസമയം നീ എനിക്ക് തരണേ റബ്ബേ. ആ മരണത്തോടടുക്കുന്ന സമയത്ത് കെഞ്ചി കെഞ്ചി റബ്ബിനോട് നമ്മൾ യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി എന്താണെന്നറിയോ? ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. മോനെ നിന്റെ സമയമെത്തിയടാ, മോളെ നിന്റെ സമയമെത്തിയടി. ഇനി നിനക്ക് അല്പം പോലെ സമയം ഞാൻ തരൂല കേട്ടോ. ഇനി നിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലാ. അന്ന് നീ ഒറ്റയ്ക്കാണ്, ആരും ഉണ്ടാവൂല കേട്ടോ. എല്ലാവരും വളരെ വിഷമത്തോടെ ദുഃഖഭാരത്തോടെ നിന്റെ മയ്യത്തെടുത്ത് ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ആ മുഖം കിബിലക്ക് നേരെ തിരിച്ചു വെച്ച് പലകയിട്ട് മൂടിയിട്ട് ആരടി മണ്ണിന്റെ മുകളിലേക്ക് മണ്ണും കല്ലുമിട്ട് നിന്നെ മൂടിയിട്ട് എന്നേക്കുമായി ഇവിടെ പറയുന്ന രംഗമുണ്ടല്ലോ. ആ സമയത്ത് നിന്നെ സഹായിക്കാൻ ആ ഖബറിൽ വരുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അത് ഖുർആനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനേ വരുള്ളൂ, ഖുർആനേ വരുള്ളൂ, വല്ലാഹി സത്യം. അതുകൊണ്ടാണ് ആ ഖുർആൻ ഇറക്കാൻ ഈ മാസം അള്ളാഹ് തെരഞ്ഞെടുത്തത്, ഷഹ്റുർ റമളാൻ. ഖുർആന്റെ മഹത്വം അത്രയാണ്. തീർന്നില്ല, ഒത്തിരി ഉണ്ട്. 10 ദിവസം സംസാരിച്ചിട്ടും തീരൂല. ഈ ഖുർആനിനെ നമ്മൾ അവഗണിച്ചാല്, ഈ ഖുർആനെ സഹായിക്കാതിരുന്നാല്, ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക എന്നുള്ള ആഖിറത്തിൽ എത്തിയിട്ട് റസൂൽ നമുക്കെതിരെ പരാതി പറയും. നമുക്കെതിരെ ഒരു പരാതി. وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. ഖുർആനിനെ ഓതാത്തവരെ, ഖുർആൻ പഠിക്കാത്തവരെ, ഖുർആൻ പഠിപ്പിക്കാത്തവരെ, ഖുർആനിനെ സ്നേഹിക്കാത്തവരെ, തൻ്റെ മക്കളെയോ കൊച്ചുമക്കളെയോ ചെറുമക്കളെയോ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വിടാത്തവരെ, ഒന്നുമില്ലെങ്കിൽ ഖുർആനിന്റെ സ്ഥാപനങ്ങളെയും ഖുർആൻ
ഖുർആനിന്റെ മക്കളെയും സഹായിക്കാത്തവരെ നാളെ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആഖിറത്തിൽ പരാതി പറയുകയാണ്. യാ റബ്ബി, പടച്ചവനേ, ഇന്ന ഖൗമി, എൻ്റെ സമുദായമല്ലാ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ ഖുർആൻ എൻ്റെ അനുയായികൾ അവഗണിച്ചു അല്ലാ, അതിനെ പരിഗണിച്ചില്ല റബ്ബേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. ഇപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു തആല അല്ലാഹുവിനോട് റസൂലുള്ള പരാതി പറയട്ടെ കേട്ടോ. പരാതി പറയാണ്, പടച്ചനെ എൻ്റെ അനുയായികൾ എൻ്റെ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു. അല്ലാഹ് ഓതുന്നില്ല, പഠിപ്പിക്കുന്നില്ല, തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നില്ല, തൻ്റെ മക്കൾ പഴിച്ചു പോകുന്നു, തൻ്റെ വാപ്പ ഓതുന്നില്ല, ഉമ്മ ഓതുന്നില്ല, ഒന്നുമില്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിനെങ്കിലും അവർ സഹായിക്കുന്നില്ല. പടച്ചവനെ നാളെ ആഖിറത്തിൽ പരാതി പറയും. പടച്ചവനെ, എൻ്റെ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആൻ അവർ അവഗണിച്ചു കളഞ്ഞു, അവഗണിച്ചു അല്ലാഹ്. എങ്ങനെയാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ അദമു തിലാവത്തി കിതാബില്ലാഹ്, ഖുർആനിനെ ഓതാതിരുന്നാൽ ഖുർആനിനെ അവഗണിച്ചവരായി മാറുമത്രേ. ഖുർആൻ പറയാണ്, നമ്മുടെയൊക്കെ ഇമാം ഷാഫി ഇമാമാണ്. ആ ഷാഫി ഇമാം ഈ പരിശുദ്ധമായ റമളാനിൽ 60 ഖത്തം തീർക്കും. 6 ഖത്തം തീർത്തിട്ടില്ല നമ്മൾ. 6 ഖത്തം തീർത്തവരെന്ന് കൈവെക്കുക, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, നോക്കട്ടെ. 6 ഖത്തം ഇല്ല. 60 ഖത്തം തീർത്തു നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം. 60 ഖത്തം ഈ പരിശുദ്ധമായ നഫീസത്തുൽ മിസ്രിയ ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് 5000 ഖത്തം തീർത്തു. 5000 ഖത്തം. ഇത് നമ്മുടെ ഹത്ത പോകുന്ന അല്ലാതെ ഒരു ഹത്തം പോലും നമ്മൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ശൈത്താൻ സമ്മതിക്കൂല. ഖുർആൻ ഓതാനൊന്നും ശൈത്താൻ അത് ഓതുമ്പോഴത്തേക്ക് അതിനകത്തൊരു പെട്ടെന്നൊരു അലർട്ട് വരും, മൊബൈലിനകത്തൊരു പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരും. ഖുർആൻ അവിടെ മടക്കി വെക്കും, എടുത്തു വെച്ച് നോക്കും. സബീനയുടെ മെസ്സേജ്. അപ്പോൾ ഇനി ഖുർആൻ അവിടെ ഇരിക്കട്ടെ, ഇനി കുറച്ച് ഇവിടത്തേക്ക് അങ്ങോട്ടാക്കാം സമയം. ശൈത്താൻ പണിയതാ. നീ മണിക്കൂറുകളോളം അതിന്റെ മുന്നിലിരി, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ക്ഷീണം ഉണ്ടാവില്ല. നീ വാ തുറക്ക പോലില്ല, കോട്ട് പോലും അടിക്കൂല. അത് നീ മാറ്റി വെച്ചിട്ട് ഖുർആൻ തുറന്നു നോക്ക്. ഒരു 2 പേജാകുമ്പോ പിന്നെ തള്ളി ഒന്നും കൂടെ ഓതും, എന്നിട്ട് മാറ്റി അങ്ങോട്ട് വെക്കും, എന്നിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് മാറിയുന്ന ഉറക്കമില്ല, ഒന്നുമില്ല, ഉറക്കമുണ്ടാവില്ല. മഗ്രിബ് വരെ നീ ആ മൊബൈലിൽ ഇരിക്കും, നിനക്ക് ഉറക്കം ഉണ്ടാവില്ല. ശൈത്താൻ ഇഷ്ടപ്പെടില്ല. നീ ഓതിയാൽ നീ രക്ഷപ്പെടും, നീ നരകത്തിൽ നിന്ന് പോകും, രക്ഷപ്പെടും, സ്വർഗത്തിൽ നിന്നെ അള്ളാഹ് കയറ്റും. അത് ശൈത്താൻ ഇഷ്ടമല്ല. ശൈത്താൻ്റെ കൂടെ നരകത്തിൽ കിടക്കുന്ന ആൾ വേണ്ടേ? അതിന് അള്ളാഹ് ചെയ്യുന്ന പണിയാണിത്. ആ ശൈത്താൻ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതാതിരുന്നാൽ ശൈത്താൻ ഇഷ്ടമാണ്, ഖുർആൻ ഓതിയാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അദമു തിലാവത്തുൽ ഖുർആൻ ഓതാതിരിക്കുമ്പം നാളെ അള്ളാഹിൻ്റെ റസൂൽ നമുക്കതിനെ പരാതി പറയും. യുദ്ഫഉ അൻ താലിൽ ഖുർആനി ശർറുദ് ദുനിയാ യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ ഓതുന്നവരെ ദുനിയാവിൽ നിങ്ങളുടെ ഷർറുകളെ അള്ളാഹു ഒഴിവാക്കി തരും. ഖുർആൻ കേൾക്കുന്നവരെ ആഖിറത്തിന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കേട്ടാൽ മതി. ഖുർആൻ കേട്ട ആഖിറത്തിൽ അള്ളാഹ് സഹായം തരും. ഖുർആൻ ഓത് മുസീബത്ത് ദുനിയാവിലെ മുഴുവൻ അള്ളാഹ് മാറ്റി തരും. അപ്പൊ ഖുർആൻ ഓതിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഓതണം, ഖുർആൻ ഓതണം, ഖുർആൻ ഹാഫിളാവണം, മക്കളെ ഹാഫിളീങ്ങളാക്കണം. ഈ മക്കളെ ഹാഫിളാക്കി എന്താ ഗുണം? എന്താ? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മഹുല്ലാഹ് ഒരു മജ്ലിസിൽ ഇരിക്കുന്നു, ഒരു വലിയ മജ്ലിസിൽ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മജ്ലിസിൽ ഇരിക്കുകയാണ്. 7 വയസ്സ് എന്തോ ഉണ്ടാവും, 7 വയസ്സ് 8 വയസ്സ് എന്തോ ഉണ്ടാവും. മാലിക് ഇമാമിന്റെ മജ്ലിസിൽ വലിയ ഖുർആന്റെ സദസ്സ് ഇതുപോലെ സംഘടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാലിക് ഇമാം. അപ്പൊ അവിടെ പോയി ഇദ്ദേഹം, ഒരു കൊച്ചുകുട്ടിയാണ് ഷാഫി ഇമാം, പോയിട്ട് അദ്ദേഹം പറയുന്ന ഹദീസുകളൊക്കെ ഇദ്ദേഹം തുപ്പൽ തൊട്ട് കൈവെള്ളയിൽ എഴുതിയെടുക്കുന്നു. തുപ്പൽ തൊട്ടിട്ട്, അന്ന് നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും തുപ്പൽ തൊട്ട് സ്ലൈറ്റിൽ എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ.
ഇപ്പോഴല്ലേ പല പല വർണ്ണങ്ങളായ പേനകളൊക്കെ വന്നു പോയത്, ഡിജിറ്റൽ സ്ലൈറ്റുകളൊക്കെ വന്നത്. പണ്ട് അന്ന് തുപ്പലൊക്കെ തൊട്ട് എഴുതിയിരുന്ന ഒരു കാലം. അതേപോലെ ഷാഫി ഇമാമ് 6, 7, 8 വയസ്സ് 7 വയസ്സിൽ ഈ മാലിക് ഇമാമിൻ്റെ മദ്ഹബ് സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ തുപ്പൽ കൊണ്ട് അദ്ദേഹം പറയുന്ന ഹദീസുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം അത് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കൊച്ചു പയ്യൻ വന്നിരുന്ന് വെറുതെ തുപ്പൽ തൊട്ട് കളിക്കുന്നത്. ഒരു വൃത്തികേടാണല്ലോ. ദർസിന്റെ സമയം കഴിഞ്ഞു. അദ്ദേഹം വിളിച്ച പയ്യനെ വിളിച്ചു, ഡേയ് ഇവിടെ വാ, നീ എന്തൊരു അതബില്ലാത്തവൻ, അതബ് കെട്ടവൻ, നീ അതബ് കെട്ടവനാണോ? ഈ ഖുർആൻ ഇങ്ങനെ ഇത് ഹദീസുകളൊക്കെ എഴുതുമ്പോൾ തുപ്പലോട്. ഉസ്താദെ, എനിക്ക് സ്ലേറ്റും ഇല്ല, പെൻസിലും ഇല്ല, എനിക്കൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ഇങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി, ഹദീസ് കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നതാണ്. നീ എന്ത് പഠിക്കാൻ? ഇപ്പം നീ എന്ത് പഠിച്ച് ആഗ്രഹിച്ചു ഇവിടെ എന്ത് വന്ന്? ഞാൻ ഉസ്താദിൻ്റെ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നാണ്. നീ എന്ത് പഠിച്ചതിന്? ഞാൻ എല്ലാം പഠിച്ചു. എന്നാ നീ പറ. തമാശ രൂപത്തിൽ ഒന്ന് ചോദിച്ചതാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു. ഷാഫി ഇമാം അവിടെ പഠിപ്പിച്ച 10 ഹദീസ് 7 വയസ്സിൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു. 10 ഹദീസ് 7 വയസ്സിൽ വെറുതെ എഴുതി വെച്ചാണ്. അദ്ദേഹം ഹാർട്ടിലോട്ടാക്കിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റഹ്മഹുല്ലാ ചെറിയ കാര്യമല്ലല്ലോ. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുത്ത ശിഷ്യനായി മാറി എന്നുള്ളതാണ്. അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മഹുല്ലാ, കൊച്ചുപയ്യൻ, 8 വയസ്സ് എന്തോ ഉണ്ടാവും, 10 വയസ്സ് എന്തോ ഉണ്ടാവും. അബൂ ഹനീഫ ഇമാം ഇതേപോലെ വലിയൊരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഇവ ആലിമീങ്ങൾ ഇരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഓടി വരുമല്ലോ ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി കുറെ നേരം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കലേക്ക് മുഹമ്മദ് റഹ്മഹുല്ലാ ഓടി വന്നു, അടുത്തിരിക്കാൻ വേണ്ടി വന്നു. ഹാഫിളീങ്ങളല്ലാത്തവരാരും എൻ്റെ അടുത്തിരിക്കരുത്, അബൂ ഹനീഫ റഹ്മഹുല്ലാ പ്രഖ്യാപിച്ചു. ഹാഫിളീങ്ങളല്ലാത്തവർ എൻ്റെ മുന്നിൽ ഇരിക്കാൻ പാടില്ല. ഹാഫിളീങ്ങളായ കുട്ടികളായിരിക്കുന്ന അബൂ മുഹമ്മദ് റഹ്മത്തുള്ള ഓടി വന്നപ്പോ ഹാഫിളാന്നൊന്നും ഇല്ല, പോ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചപ്പോൾ ഭയങ്കര വിഷമുണ്ടായ കുട്ടിയെ. ബാക്കിയൊക്കെ അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ ഇരിക്കുന്നത്, എനിക്ക് മാത്രമല്ല. ഒറ്റയാഴ്ച കൊണ്ട് ആ വാശി, ആ വൈരാഗ്യം ഒറ്റയാഴ്ച കൊണ്ട് അദ്ദേഹം മുഹമ്മദ് റഹ്മഹുല്ലാ പരിശുദ്ധ ഖുർആൻ പോയി മുഴുവനും കാണാതെ പഠിച്ചിട്ട് നേരെ അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ വന്ന് ഓതി കേൾപ്പിച്ചിട്ട് അവിടെ സ്ഥാനം പിടിച്ചു. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഹനഫി മദ്ഹബിന്റെ നേതാവാണ് ഇമാമുന മുഹമ്മദ് റഹ്മഹുല്ലാ. ഒറ്റയാഴ്ച കൊണ്ട് ഖുർആൻ പഠിച്ചു. ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞു 6 മാസം കൊണ്ട് ഹാഫിളായി വരുന്നുണ്ട്. ഏതാ മോനെ ഇവിടെ ഉണ്ടോ? പോയി 6 മാസം കൊണ്ട് ഹാഫിളായവർ. ഇത് ഒറ്റയാഴ്ച കൊണ്ട് ഹാഫിളാവാൻ പറ്റുമോ? പറ്റും. ആദ്യമായി സ്ത്രീകളിൽ ആദ്യമായി ഹാഫിളത്തായത് ആരെന്നറിയോ? ആദ്യമായി സ്ത്രീകളിൽ ഹാഫിളത്തായത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഒറ്റയാഴ്ച കൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഒരു ഖത്തം തീർക്കും. അന്ന് മുതൽ മരിക്കുന്നത് വരെ ഒറ്റ ആഴ്ച കൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഖത്തം തീർക്കും. ഈ കടയ്ക്കൽ ഈ മൈതാനത്ത് വന്നിരിക്കുന്ന സഹോദരിമാരിൽ ഒറ്റ ആഴ്ച കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കെ നോക്കട്ടെ. ചുമ്മാ നോക്കാം, ചോദിക്കാം. 2 പേര് പൊക്കി. ഒറ്റ ആഴ്ച കൊണ്ടെന്ന് പറഞ്ഞാൽ തീർത്തുകൊണ്ടിരിക്കണം. എല്ലാ ആഴ്ചയിലും 2-3 മരുമക്കൾ കാണും അവർക്ക്. ഇങ്ങനെ നിസ്കാര റൂമിൽ കുത്തിയിരുന്നാൽ മതിയല്ലേ, ഒതുക്കൊണ്ടിരുന്നാൽ. ചായക്ക് ചായ, വടക്ക് വട, കഞ്ഞിക്ക് കഞ്ഞി, വെള്ളത്തിന് വെള്ളം, കപ്പയ്ക്ക് കപ്പ, ചീനിക്ക് ചീനി. മാമി ഇരുന്ന് കൊട്ടേഷൻ വിടും, മരുമക്കൾ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കും. ഒതുക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പുച്ചൂടി എന്തേടി മാമി, കളവി അവിടെ ഇരുന്ന് ഓതട്ടെ, നീ ഒന്ന് ചുമ്മാ ഇരി, അങ്ങനെയെങ്കിലും ഓതി തീർക്കട്ടെ, നമുക്ക് സമാധാനമുണ്ട്, ജോലിയും വേലയും ഇങ്ങോട്ടൊന്നും വരത്തില്ല, അല്ലെ കൊട്ടേഷൻ വിട്ടുകൊണ്ട് വരും, നമുക്കാരും ഇടങ്ങേറാ. ഓതട്ടെ 2 ഹത്തവോ 1000 ഹത്തോ ഓതട്ടെ, അവരുടെ ഹത്ത ഓതുന്നവരെ ഓതട്ടെ. 2 സഹോദരിമാർ, അൽഹംദുലില്ലാ കേട്ടാ, 2 സഹോദരിമാരുടെ കൈ കണ്ട്. പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ ഒരാഴ്ച കൊണ്ട് ഹത്ത തീർക്കുന്നത്? ഇല്ല. അതാ നമ്മുടെ ഖുർആനോടുള്ള നമുക്കുള്ള മഹത്വം അത്രയേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ടൊരു ഖത്തം തീർക്കുന്നത്. കാരണം 5 വഖത്തിൽ 5 ജുസ് ഓതുക, 6 5 30, 6 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. 5 വഖത്തിൽ 5 ജുസ് വെച്ച് ഓതിയാ, ഓരോ ജുസ് വെച്ച് ഓതിയാൽ മതി, സുഖമായിട്ട് തീർക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ശൈത്താൻ സമയമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ മൊബൈൽ എടുത്ത് വെച്ച് പരിശോധിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ഇന്നത്തെ മൊബൈൽ നമുക്ക് കാണാമല്ലോ, ഇന്ന് എത്ര മണിക്കൂർ ഒരു മൊബൈലിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ പോയാലും ഒരു 4-4.5 മണിക്കൂർ മൊബൈലിൽ കയറി കളിക്കും. 2 മണിക്കൂർ മതി നമുക്ക് 5 ജുസ് ഓതാൻ. രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. 5 ഒരാഴ്ച കൊണ്ടൊരു ഖത്തം തീർക്കാൻ പറ്റും. ചിന്തിച്ചു നോക്കി. ഹഫ്സ റളിയല്ലാഹു തആല ഓതിയിരുന്നു, നഫീസത്തുൽ മിസ്രിയ ഓതി. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല 8 വയസ്സിൽ ഹാഫിളായി, 7 വയസ്സിൽ ഹാഫിളായി.
11 വയസ്സിലെ പരിശുദ്ധമായ ഹറമിൽ പോയി ഇമാമത്ത് നിന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി സ്വന്തം ഉമ്മാടെ മടിയിൽ കിടന്ന് 8 വയസ്സിൽ ഹാഫിളായി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്വന്തം ഉമ്മാന്റെ അടുക്കലാണ് പഠിച്ചത്, ഹാഫിളായത് ഉമ്മാന്റെ അടുക്കൽ, ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട്. ഇന്ന് ഏതെങ്കിലും ഒരു മകൻ ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് ഹാഫിളായവരുണ്ടോ? അവിടെ ചില കുട്ടികൾ ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് പഠിച്ചവരുണ്ടാകും, ചില കുട്ടികൾ ഇപ്പോൾ ഹാഫിളായവരുണ്ടാകും. ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാ? ചിന്തിച്ചു നോക്കി, പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഈ ഖുർആൻ നമ്മുടെ ഖബറിൽ വരും നമ്മളെ സഹായിക്കാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഹളറത്തിൽ ഇൻസാന അൽ വഫാത്ത്, പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ, ഓതുന്നുണ്ടോ, ആ ഖുർആനുമായി ബന്ധമുള്ളവരാരാണോ അവർക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു സത്യവിശ്വാസി മരിക്കുമ്പോൾ ആരാണ് ആ സത്യവിശ്വാസി എന്നറിയുമോ? അൽ മുജ്തഹിദു ബിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനുമായി മല്ലിട്ടവനാണ്, ഓതിയവനാണ്, മനനം ചെയ്തവനാണ്, പാരായണം ചെയ്തവനാണ്, ഖുർആനിനെ സമീപിച്ചവനാണ്, ഖുർആനിനെ സഹായിച്ചവനാണ്, ഖുർആനിന്റെ മദ്രസകളെ സഹായിച്ചവനുമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടവനാണ്. അവനിതാ മരിച്ചു കിടക്കുകയാ. ആ പരിശുദ്ധമായ ഖുർആൻ അവന്റെ ഖൽബിൽ വന്ന് നിൽക്കുമത്രേ. ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ ജനാസ എടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫസാറൽ ഖുർആൻ ഫവഖഫൽ ഖുർആൻ ഇൻദ റഅസിഹി, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഖുർആൻ അവന്റെ തലയ്ക്ക് മേതെ നിൽക്കുമത്രേ. അങ്ങനെ എല്ലാവരും ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ മയ്യത്തിന് കഫൻ പൊതിയുമ്പോ ദഖലൽ ഖുർആൻ ഹത്താ സാറ ബൈനൽ കഫനൈൻ, അവന്റെ ആ 2 കഫൻ തുണിയുടെ ഇടയിലേക്ക് ആ ഖുർആൻ ഒളിച്ചിരിക്കുമത്രേ. ആ പരിശുദ്ധമായ ഖുർആൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ആ മയ്യത്തെടുക്കുന്ന സമയത്ത് ആ സന്തൂക്കിലേക്ക് എടുത്തു വെച്ചിട്ട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ ലം തുസാഫിർ അബ്അദ മിൻഹു, നീ വലിയ ഒരു ദീർഘദൂര യാത്രയാണ് ചെയ്യുന്നത് കേട്ടോ. എത്ര പേരുടെ മയ്യത്തെടുത്തുകൊണ്ട് സന്തൂക്ക് കൊണ്ടുവരുമ്പോ ആ സന്തൂക്കിന്റെ കാലിൽ പിടിച്ചിട്ട് എല്ലാവരും ദിക്ർ ചൊല്ലി വരുന്ന സമയത്ത് ഒരു മലക്ക് ആ സന്തൂക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ കിടക്കുന്ന മയ്യത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചിട്ട് ചോദിക്കുകയാ, ആദമിന്റെ മോനെ, നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ദീർഘദൂര യാത്രയാണ്. മുക്കുന്നത്താണ് എൻ്റെ വീട്, പുതുക്കാടാണ് എൻ്റെ ഈ ജമാഅത്ത്, തൊട്ട് അടുത്ത, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോ അതൊരു ദീർഘദൂര യാത്രയാ, അവസാനിക്കാത്ത യാത്രയാണ്. അപ്പോഴാണ് സഹോദരാ ആ മയ്യത്തിന്റെ സഹായത്തിന് വേണ്ടി യാചിക്കുന്നത്. യാ വൈലത യാ ഹസ്രത, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ഫൈൻകാന സ്വാലിഹ, അവനോട് സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. ഫൈൻകാന ഗൈറ സാലിഹത്തിൻ, അവൻ സാലിഹല്ലാത്ത മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പോവുകയാ, അഖിറൂനി യാ വൈലഹും യാ വൈലഹും ഐന തദ്ഹബൂന ബി അഖിറൂനി, നിങ്ങളുടെ നാശമേ നാശമേ, എന്നെ കൊണ്ടുപോകരുതേ കൊണ്ടുപോകരുതേ, എന്നെ എൻ്റെ വീട്ടിലേക്ക് മടക്കണേ മടക്കണേ. അങ്ങനെ സാലിഹായ മനുഷ്യൻ, ഖുർആൻ പഠിച്ച മനുഷ്യൻ, ഖുർആനിനെ സ്നേഹിച്ച മനുഷ്യന്റെ മയ്യത്താണ് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിൽ ആ നെഞ്ചിൽ നിന്ന് ആ ഖുർആൻ ആ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ സമയത്ത് യജീഉ റജുലുൻ ഹസനുൽ വജ്ഹി ഹസനു സിയാബി തയ്യിബുർ റൈഹ, സുന്ദരനായ സുസ്മേരവദനനായ ഒരു സുമുഖനായ വലിയ നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ചിട്ട്, വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ആ മയ്യത്തിന്റെ അരികിൽ വന്ന് നിന്നിട്ട് ആ മയ്യത്തിനെ മെല്ലെ തട്ടി വിളിക്കുകയാണ്, യാ അബ്ദല്ലാഹ് യാ അബ്ദല്ലാഹ്. ഖുർആൻ പഠിച്ച മോനെ, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളെ, ഖുർആനിനെ സ്നേഹിച്ച മക്കളെ, നിന്റെ മയ്യത്ത ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ആരും ഉണ്ടാവൂല കേട്ടോ.
എല്ലാവരും പഴവും വെള്ളവും കുടിച്ചിട്ട് മടങ്ങി പോകുന്ന സമയത്ത് ആ മയ്യത്തിന്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരു സുന്ദരൻ സുമുഖൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാ, യാ അബ്ദല്ലാഹ് ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ, നിനക്കെന്നെ അറിയോ, ഞാൻ ആരാണെന്ന് നിനക്കെന്നെ അറിയോ? ഫയഖൂലു, ആ മയ്യത്ത് പറയുകയാ, ലാ അഅരിഫുക, എനിക്ക് നിന്നെ അറിയില്ല. കടക്കൽ ഞാൻ കണ്ടിട്ടില്ല, മുക്കുന്നത്ത് കണ്ടിട്ടില്ല, കൊട്ടാരക്കരയിലും കൊല്ലത്തും പത്തനാപുരത്തും തിരുവനന്തപുരത്തും ഒന്നും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആരാണ് നീ ഒന്ന് പറയണേ? ഇത്ര സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്നിട്ട് ഈ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാ, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅദ്മാ നഹാറക വഅംനഅക ശഹവതക മിനത് തആമി വശറാബ്. ഞാനാണടാ ആ ഖുർആൻ. മക്ക മന്നാനിയായിലെ മുക്കുന്നത്ത് നീ ഖുർആന് വേണ്ടി സഹായിച്ചില്ലേ? നിന്റെ പള്ളിയിൽ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിന്റെ മോനെ നീ ഹാഫിളാക്കിയില്ലേ? സദാസമയവും നീ വീട്ടിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ ഉണ്ടല്ലോ. ഉമ്മമാരെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത് തീർത്തിരുന്ന ആ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ. മുൻകർ നകീർ ചോദിക്കാൻ വരും, നീ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. മാ അന ബിമുഫാരിഖിക, നിന്നെ വിട്ട് ഞങ്ങൾ പോവൂലടാ, നിന്നെ വിട്ട് ഞങ്ങൾ മടങ്ങൂല കേട്ടോ, നീ പേടിക്കേണ്ട. അല്ലാഹുവാണ് സത്യം. അവർ ചോദ്യം ചെയ്യലെന്നത് അവരുടെ ബാധ്യതയാണ്, അവർ ചോദിക്കട്ടെ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഹത്താ അന ഖരീനുക ഹത്താ ഉറല അന വഅന്ത, നിന്നെയും എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ ഈ ഖബറിന്റെ ഉള്ളിൽ നിന്റെ കാവൽക്കാരനായി ഞാനുണ്ടാകുമെന്ന് ആ ഖുർആൻ പറയുമെന്ന് കമാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനെ സഹായിച്ചാൽ കിട്ടുന്ന ഗുണം ഇതാണ്. എല്ലാവരും പോവും, വല്ലാഹി സത്യം. ഇത് ഹദീഥ എടുത്തു വെച്ചോളൂ, നോക്കിക്കോളൂ. എല്ലാവരും പോവും, നമ്മളെ സഹായിക്കാറുണ്ടാവില്ല, നമ്മളെ മക്കൾ പോലും ഉണ്ടാവില്ല, എല്ലാവരും നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരേ ഒരു സാധനം പരിശുദ്ധ ഖുർആനാണ്. മാലഹു അനീസുൻ സിവൽ ഖുർആൻ, ഖുർആൻ അല്ലാതെ ഒരാൾ നമ്മളെ സഹായിക്കാൻ പറ്റൂല, സഹായിക്കാൻ വരൂല. ഖുർആനെ സഹായിക്കാൻ പറ്റൂല. പിന്നെ നമ്മളെ സഹായിക്കുന്നത് വലദുൻ സാലിഹുൻ യദ്ഉ ലി അബീഹി വ ഉമ്മിഹി. മക്കള് ഇന്നത്തെ കാലത്തെ മക്കളുടെ കാര്യം പറയണോ? ഞാൻ പറഞ്ഞാൽ കുറെ കൂടിപ്പോകും. റമളാൻ മാസത്തിൽ പെങ്കടിച്ചെടുക്കുന്ന മക്കള്, റമളാൻ മാസത്തിൽ വെള്ളം അടിച്ചിട്ട് ചാപ്പാട് തിന്നാൻ വേണ്ടി പള്ളിയുടെ മോളി വന്ന് കിടക്കുന്നു. റമളാൻ മാസത്തിൽ പള്ളിയുടെ മോളി ഇരുന്ന് പെഗ് അടിക്കുന്നു. റമളാൻ മാസത്തെ മക്കള് കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഉള്ള മക്കളുണ്ടല്ലോ അള്ളാഹ്ക്ക് ഗുണപ്പെടുന്ന മക്കളാകണം. കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് എന്തിനാ കാളായും പോത്തിൻ്റെയും കൂട്ട് മക്കളെ ഉണ്ടാക്കിയിട്ട് എന്താ ഗുണമുള്ളത്? നൂഹ് നബിക്ക് ഒരു മോനുണ്ടായിരുന്നു. നൂഹ് നബി പറഞ്ഞിട്ടില്ല, വാപ്പ ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ടോ? മക്കളെന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിലെ പൂക്കളാകണം. മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ളവനാകണം. എന്നാലേ ആ മോനെ കൊണ്ട് നമുക്ക് വാപ്പാക്കും ഗുണം ഉണ്ടാവുള്ളൂ, ഉമ്മാക്കും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറെ മക്കളുണ്ടായതൊന്നും വലിയ കാര്യമൊന്നുമില്ല. വൈലുൽ ലിഔലാദി ആദമ മിൻ ആബാഇഹിം ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ ഫയൻശഊന ജുഹാലാ വഅന ബരീഉം മിൻ ഹൗലാ. ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് എൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഞാനൊന്ന് പറയാം. നിങ്ങളുടെ മക്കളെ ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി ആക്കി ദുനിയാവിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ലോകത്തേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ്, ഓക്കെയാണ്, പ്രശ്നമില്ല. നാളെ നിന്റെ മയ്യത്ത് ഖബറിൽ വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്ത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ളതും ഉറപ്പാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിച്ച് അള്ളാന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആദ്യം പിടിക്കുന്നത് ഈ ഇരിക്കുന്ന ഉമ്മയാണ്. ഈ ഉമ്മയാണ്. ഈ രണ്ടുപേരെയും പിടിച്ചിട്ട് അള്ളാഹു ആ കോടതിയുടെ കൂട്ടിലേക്ക് കയറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മാതാ അദ്ദബ്തഹു വമാതാ അല്ലംതഹു. നിന്റെ മോൻ പിഴച്ചു പോയില്ലടാ,
നിന്റെ മോൻ പിഴച്ചു പോയില്ലടി. ആ മക്കൾക്ക് വേണ്ടി നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചു കൊടുത്തത്? നിന്റെ മക്കളെ പിഴയ്ക്കാൻ കാരണം ഈ ഉമ്മയാണ്, ഉപ്പയാണ്. താൻ തോന്നിയ മാസ ജീവിതം നയിച്ചിട്ട് അവൻ പാതിരാ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോ, അവൻ കുടിച്ചു കൂത്താടി ലഹരിയടിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മ, അവന്റെ മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഉമ്മ, അവന് യഥേഷ്ടം സുഖിക്കാൻ സുഖലോലുപനാകാൻ അവന് പണം വാരി എറിയുന്ന ഉപ്പ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. നിന്റെ മക്കളെ നീ പഠിപ്പിച്ച മര്യാദ എന്താണ് പറയടാ? ലാ തസൂലു ഖദമ അബ്ദിൻ. എൻ്റെ മുന്നിലിരിക്കുന്ന വാപ്പമാര് ഉമ്മമാര് ശ്രദ്ധിച്ചോ, നാളെ ആഖിറമുണ്ടെന്ന് നിങ്ങൾ അല്പമെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ്, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ആ ഒരു ദിവസത്തിൽ അല്ലാഹു മുൻഗാമികളെയും പിൻഗാമികളെയും തുടക്കം മുതൽ ഒടുക്കമുള്ളവരെയും റബ്ബിന്റെ കോടതിയിൽ വിളിച്ചു കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കള് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വാപ്പായെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. എന്താ പഠിപ്പിച്ചത്? എന്താ എൻ്റെ മോനെ പഠിപ്പിച്ചത്? എന്നിട്ട് മോളെ നീ എന്താ പഠിപ്പിച്ചത്? പറ. ഫൈന്നക മസ്ഊലുൻ അൻ. നിന്റെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചൂടെ? ഇൽമു പഠിപ്പിച്ചൂടെ? അവൻ പിഴച്ചു പോയാൽ എൻ്റെ ഉത്തരവാദിത്തം വാപ്പാക്കും ഉമ്മാക്കുമാണ്. വല്ലാഹി സത്യം, ഈ മക്കൾ വാപ്പാക്കും ഉമ്മാക്കെതിരെ ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. ഈ മാതാപിതാക്കൾക്കെതിരെ ചെയ്യുന്നത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ളവനെ, എൻ്റെ വാപ്പയാണ് ഈ നിൽക്കുന്നത്, എൻ്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്. ദുനിയാവിൽ ഞാൻ പിഴച്ച് നടന്നിട്ട് ഖമാ എന്നൊരക്ഷരം മിണ്ടാത്ത എൻ്റെ ഉപ്പയാണ്. നമസ്കരിക്കാതെ വീട്ടിൽ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് നോമ്പ് പിടിക്കാതെ കാളകൾ തിന്നുന്നത് പോലെ തിന്നിട്ട് പടച്ച റബ്ബേ, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത എൻ്റെ മാതാപിതാക്കളാണ് ഈ നിൽക്കുന്നതല്ലാ. എൻ്റെ പൊന്നുമോള് കണ്ടവന്റെ പിന്നാലെ ഒളിച്ചോടിയിട്ട് കണ്ടവന്റെ ആദർശത്തിൽ കിടന്ന് മറിഞ്ഞിട്ട് തിരിഞ്ഞു മറിഞ്ഞിട്ട് പരിശുദ്ധ റമളാനിൽ പോലും തലമറയ്ക്കാതെ, ഇസ്ലാമിക ചൈതന്യങ്ങളെ പോലും കാത്തു സൂക്ഷിക്കാതെ അഹങ്കരിച്ച് നടന്നിട്ട് അവൾക്കുള്ള മുഴുവൻ വഴികളും തുറന്നിട്ട എൻ്റെ ഉമ്മയാണിത്. അല്ലാ, അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. പടച്ച റബ്ബേ, ആ രണ്ട് മൃഗങ്ങളെ ഒന്ന് മലർത്ത് കിടത്തണേ അല്ലാ. നജ്അൽഹുമാ തഹത അഖ്ദാമിനാ. ഞങ്ങളുടെ കാലിന്റെ കീഴിലൊന്ന് കൊണ്ടുവാ റബ്ബേ, ഞങ്ങളൊന്നവരെ ഒന്ന് ചവിട്ടട്ടെ നാദാ. വാപ്പാക്കും ഉമ്മാക്കും എതിരെ മക്കൾ കഴിച്ചു പോയാലും കിട്ടുന്നത് വാപ്പാക്കും ഉമ്മാക്കുവാ. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയില്ല. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. പഠിപ്പിച്ചിട്ട് പിഴച്ചു പോയ ഞാനല്ല ഉത്തരവാദിത്തം. അല്ലാഹ് ഔഫവ്വിദു അംരി ഇലല്ലാഹ്. മക്കൾ പിഴച്ചു പോകാതിരിക്കുക ഒരു ദുആ പറഞ്ഞു തരാം ഖുർആൻ കൊണ്ട് തന്നെ. രാവിലെ സ്കൂളിൽ വിടുമ്പം, മദ്രസയിൽ വിടുമ്പം, പുറത്തേക്ക് വിടുമ്പം ആ തലയിൽ കൈവച്ചിട്ട് ഈ ഒരു സൂറത്ത്, ഒരു ആയത്ത് ഓതിക്കൂട്. വഉഫവ്വിദു അംരി ഇലല്ലാഹ് വഉഫവ്വിദു അംരി ഇലല്ലാഹ് വഉഫവ്വിദു അംരി ഇലല്ലാഹ് 3 പ്രാവശ്യം ഓതിയിട്ട് വിട്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അവനെ അവളെ അല്ലാഹു നോക്കിക്കോളും. ഇതിൽ നിന്ന് ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മക്കറു. ആരാണോ അവളെ അവനെ ഇടങ്ങിറക്കാൻ പോണത്, അതിൽ നിന്ന് അല്ലാഹു അവരെ സഹായിച്ചോളും. വിശ്വാസത്തോട് ചെയ്ത് നോക്ക്, കിട്ടും. വിശ്വാസമില്ല ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. വിശ്വാസത്തോടു കൂടി ചെയ്തത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. സൂറത്തുൽ മുഅ്മിൻ ഖുർആൻ പറഞ്ഞ വാക്കാണ്. എടുത്തു വെച്ച് പരിശോധിച്ച് വെക്കോളി. നമുക്ക് ഗുണം കിട്ടും. എല്ലാ മേഖലകളിലും നമുക്ക് റാഹത്ത് കിട്ടും. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടാൽ, ഖുർആനെ സഹായിച്ച എല്ലാ മേഖലയിലും നമുക്ക് റാഹത്ത് കിട്ടും. നാളെ അല്ലാഹ് ഈ മക്കൾ പറയും, എന്നെ പിഴപ്പിച്ച എൻ്റെ വാപ്പാണ്, എൻ്റെ ഉമ്മാണ്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവനേ, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ചു പോയി, ഞങ്ങൾ വഴിവിട്ട ജീവിതം നയിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിക്കാനോ ഇൽമിലേക്ക് തിരിച്ചുവിടാനോ തയ്യാറാകാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ശപിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ അല്ലാ.
ആളെ മക്കൾ ദുആ ചെയ്യും. ഹദീസൊക്കെ ഒരുപാടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ നീങ്ങുന്നില്ല. അതിൻ്റെ ഇഷ്ടം പോലെ ഹദീസ് ഞാൻ നിരത്തിയിട്ട് തരാം അല്ലാഹുവിന്റെ ഫضل കൊണ്ട്. സമയമില്ല, ഞാൻ ഖുർആൻ ഓതി മാത്രം പെട്ടെന്ന് പോവാണ്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാതെ അവർ ഭൗതികം പഠിക്കട്ടെ, ഭൗതികം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ വഴികെട്ട ഭൗതികമല്ല നമുക്ക് വേണ്ടത്. കോളേജ് ക്യാമ്പസും ഇന്നത്തെ ഒക്കെ പൊതുമേഖലകളൊക്കെ എന്താണ്, ഒരു കാലഘട്ടം വരും, ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കുകയില്ല, ഹത്താ യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കൂല. ആ കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, മൃഗങ്ങളെ പോലെ നടു റോഡിലും വഴിയോരങ്ങളും കോളേജ് ക്യാമ്പസുകളിലുമെല്ലാം മനുഷ്യർ പരസ്പരം വീഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി കാണുന്ന അങ്ങനല്ലേ, പരസ്യമായിട്ടല്ലേ കെട്ടിപ്പിടിക്കണത്. ഒരു പേടിയുണ്ടോ, ഒരു നാണമുണ്ടോ പരസ്യമായിട്ട്? حتى إن الرجل ليغشي المرأة على قاطعة الطريق, എത്രത്തോളം ഒരു ആണ് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും വഴിയോരങ്ങളിൽ വെച്ച്. അങ്ങനെ ഒരു കാലം വരുമ്പോ ഒരാൾക്കും തടയാൻ കഴിയൂല, തടയാൻ അവർക്ക് പേടിയാണ്. എല്ലാം മറന്ന് ആ നീച വൃത്തിയെ തടയാൻ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം കൂലി കിട്ടുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ മോളെ എവനെങ്കിലും സ്കൂളിൽ കോളേജിൽ ആക്രമിച്ച വാപ്പാക്ക് ചോദിക്കാൻ പറ്റുമോ? വളഞ്ഞിട്ട് വാപ്പായെ കൊന്നുകളയും. മിണ്ടാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ. ചോദിക്കാൻ പറ്റുമോ? സദാചാര പോലീസ് എന്ന് പറഞ്ഞ് നമ്മളെ കൈകാര്യം ചെയ്യും. പെണ്ണും എളിഞ്ഞു നിൽക്കല്ലേ, വാപ്പ ആയാലും ആങ്ങളെയായാലും പെങ്ങളായാലും എൻ്റെ വാപ്പ ഒന്നും കുഴപ്പമില്ല, ആളിയ എനിക്ക് എൻ്റെ ഇക്ക മതി, എൻ്റെ ചേട്ടൻ മതി എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. വാപ്പായും വേണ്ട, ഉമ്മയും വേണ്ട, ഇസ്ലാമും വേണ്ട, ശരീഅത്തും വേണ്ട. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഈ മക്കളെ പിഴച്ചു പോകാനുള്ള കാരണം എന്ത്? ഖുർആൻ പഠിപ്പിക്കാത്തുണ്ട്. ഈ തന്തയും തള്ളയും പഠിപ്പിച്ചു കൊടുക്കാത്തുണ്ടല്ലേ. പഠിപ്പിക്കുന്ന മൊത്തം ഭൗതികം മാത്രം തലയിൽ കയറുമ്പോൾ ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഈ ഭൗതികം മൊത്തം ഖുർആനാണ്, അത് ആദ്യം പഠിച്ചു വെച്ചോളി. ഭൗതികം മൊത്തം ഖുർആൻ. മൃഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തിനാണിത്? മൃഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. തുടക്കം അല്ലാഹു തആല സൂറത്തിന്റെ തുടക്കോ ബഖറ മൃഗത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ജിയോഗ്രഫി ചാനലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനുള്ള ബഖറ കൊണ്ട് തുടങ്ങിയത്? എന്തിനുള്ള നാസിലെത്തിച്ചത്? അവസാനമാണ് നമുക്ക് മനുഷ്യനാക്കി മാറ്റിയത്. നാസ് മനുഷ്യൻ, ആ മനുഷ്യനാക്കി മാറ്റിയത് ഈ 114 സൂറത്തുകളും പഠിച്ചിട്ടാണ് അവനവിടെ കൊണ്ട് എത്തിച്ചത് അല്ലാഹു തആല. അപ്പൊ അവനെ മൃഗീയ സംസ്കാരത്തിൽ നിന്ന് യഥാർത്ഥ മനുഷ്യ സംസ്കാരത്തിലേക്ക് എത്തിച്ചത് ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ പഠിപ്പിക്കണം. അതിന്റെ മദ്രസകൾ ഉണ്ടാകണം, അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ പിഴച്ചു പോകരുത്. ലാ യുഅല്ലിമൂനൽ ഖുർആന വൈലുൽ ഔലാദി ആദമ മിൻ ആബായിഹിം ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ. നമ്മുടെ മക്കൾക്ക് ഖുർആനും അദബും മര്യാദയും പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും പിഴച്ചു പോയാൽ ഫയൻഷൗന ജുഹാല, അവരങ്ങനെ ജാഹിലീങ്ങളായി അധപ്പതിച്ചു പോയാൽ അനബരിഉ മിൻ ഹൗലാ, എന്നെ നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ, അവർ ഞാനുമായി നാളെ ആഖിറത്തിൽ ഒരു ബന്ധവുമില്ല. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ പൊന്നാങ്ങളമാരെ, നിങ്ങളെ മക്കളെ ഖുർആൻ കൂടെ പഠിപ്പിക്കും. നിങ്ങൾ ഭൗതികം പഠിപ്പിച്ചോളി. ഇന്ന് ഇഷ്ടംപോലെ ഹാഫിളുകളെ, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയറുണ്ട്, സയൻറ്റിസ്റ്റുണ്ട്, എല്ലാവരും ഉണ്ട്. ഇഷ്ടംപോലെ ആളുണ്ട്, വക്കീലന്മാരുണ്ട്, ഹാഫിളുകൾ, ആലിമീങ്ങൾ. നമ്മുടെ ഈ സ്ഥാപനത്തിലും ഭൗതികമല്ല പഠിക്കുക, ആത്മീയ മാത്രമല്ല പഠിക്കുന്നത്, ഭൗതികവും പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, ഉറുദു പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം, എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കണം. പരിശുദ്ധമായ ഖുർആനിന് മുൻഗണന നൽകണം, ഇസ്ലാമിന് മുൻഗണന നൽകണം. ഇസ്ലാമാണ് നമ്മുടെ എല്ലാം. അത് വിട്ടാൽ എല്ലാം തീർന്നു. മരിക്കുന്ന സമയത്ത് പ്രവാചകന്മാരുടെ ദുആയും തവഫനി മുസ്ലിമ എന്നാണ്. മുസ്ലിമാക്കി നീ മരിപ്പിക്കണേ അല്ലാ, അതായിരുന്നു അവരുടെ ദുആ പോലും. നമ്മളും ആഗ്രഹിക്കേണ്ടത് അതാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാറായി അവൻ ആ സ്വർഗത്തിന്റെ ഒരു മുഴ എത്താറാവുമ്പോൾ അവൻ ഇസ്ലാമിനെതിരായ പണിയെടുക്കും, അവൻ കാഫിറിന്റെ പണിയെടുക്കും, അവൻ കാഫിറായിട്ട് ചാവും. ഒരാള്
കാഫിറിന്റെ പണിയെടുത്തെടുത്ത് ജീവിച്ച് നരകത്തിന്റെ വക്കിലെത്താറാവുമ്പം ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിന്റെ പണിയെടുക്കും, അവ സ്വർഗത്തിൽ കയറും. ഇതാണ് അള്ളാന്റെ തർത്തീബ്. എപ്പോൾ നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ എല്ലാമായിട്ടിരുന്നാലും നമ്മൾ എപ്പോഴാണ് എങ്ങനെ മരിക്കുക നമുക്കറിയില്ല. എപ്പോഴും ദുആ ചെയ്യ്, അള്ളാഹുവേ ഹിദായത്തിന്റെ വഴിയിൽ ജീവിച്ച്, ഈമാന്റെ വഴിയിൽ ജീവിച്ച്, ഈമാന്റെ വഴിയിൽ മരിക്കാൻ നീ ഭാഗ്യം തരണേ അള്ളാഹ് എന്ന് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ, അള്ളാഹ് തൗഫീഖ് തരട്ടെ, അള്ളാഹ് തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. നമ്മളെ മക്കൾക്ക് ഖുർആനുമായിട്ട് ബന്ധം. 62 വയസ്സ് ഈ അടുത്ത സമയത്ത് ഒരാൾ ഹാഫിളായി, 57 വയസ്സ് ഹാഫിളായി, നിലമ്പൂർ 52 വയസ്സുള്ളൊരു ഉമ്മ ഹാഫിളായി. ഇതൊക്കെ ഒരുപാട് പേര് വടക്കൻ ജില്ലയിൽ, നിലമ്പൂർ എന്നല്ല മലപ്പുറം ജില്ലയിൽ ഓരോരുത്തർ ഇങ്ങനെ പറയും. കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ എപ്പോൾ ഖുർആൻ പഠിച്ചാലും നമുക്കത് പഠിക്കാൻ പറ്റും. അതിനൊരു വയസ്സൊന്നുമില്ല. ഖുർആൻ 2 ഉമ്മമാർ 7 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കും. അൽഹംദുലില്ലാ. ഖബറിൽ ഉറപ്പാ ഉമ്മ, നിങ്ങൾക്ക് ഒരു മക്കളും വന്നില്ലെങ്കിലും ഈ ഖുർആൻ നിങ്ങൾക്ക് അവിടെ വരും. ഖബറിൽ നിങ്ങളെ സഹായിക്കാൻ വരും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഖുർആൻ ഓത്, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനിൻ്റെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുക. ഇൻഷാ അല്ലാഹ്.